34 നദികളും 34 കായലുകളും കുളങ്ങളും പുഴകളും തോടുകളും ഒക്കെയുള്ള മനോഹരമായിട്ടുള്ള ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള കേരളത്തില് നടന്ന എന്റെ അമ്മയുടെ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇത് അമ്മയുടെ മാത്രം കഥയല്ല, ഇതൊരു നാടിന്റെ കഥയാണ്. നാട് എന്ന് പറയുമ്പോൾ ഷൊർണൂർ, അവിടെയുള്ള നാട്ടുകാരുടെ, കലാകാരന്മാരുടെ, ഓരോ വ്യക്തിക്കും ഒരു കഥയുള്ളതുപോലെ തന്നെ ഓരോ നാടിനും ഒരു കഥയുണ്ട്. അപ്പൊ ഷൊർണൂർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ, ഭാരതപ്പുഴ, നിലാനദി, കേരള കലാമണ്ഡലം, വള്ളത്തോൾ മ്യൂസിയം, അതുപോലെ തന്നെ അവിടെ വളരെ പ്രശസ്തമാണ് ആയുർവേദ. ഇപ്പൊ എന്റെ ഷൊർണൂരെ വീട്ടിന്റെ തൊട്ടടുത്ത ഞങ്ങളുടെ അയൽവക്കക്കാരെന്ന് പറയുന്നത് തന്നെ മാധവ ഫാർമസി, ആയുർവേദ അതിന്റെ ഉടമസ്ഥരാണ്. അപ്പൊ ആയുർവേദത്തിനും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഫിലിം ഷൂട്ടിങ്ങിനും ഏറെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. പുരാതനമായിട്ടുള്ള നാടൻ കലാരൂപങ്ങളുണ്ട്, റിച്വലിസ്റ്റിക് ആർട്ട് ഫോംസ്, പൂതനൻ തിറ, ഭഗവതി വേർഷിപ്പിന്റെ ഭാഗമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോൽപ്പാവക്കൂത്ത്, നിഴലാട്ടം, ഷാഡോ പപ്പട്രി, പത്മശ്രീ കെ രാമചന്ദ്ര പുലവരും അദ്ദേഹത്തിന്റെ കുടുംബവും കൂടെ ഈ ഒരു കലാരൂപം സംരക്ഷിക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു പ്രയത്നം ശരിക്കും പ്രോത്സാഹനീയമാണ്. ഓരോ നാടിനും അതിൻ്റെതായിട്ടുള്ള പൈതൃക സംസ്കാരമൊക്കെ ഉണ്ട്. ഇത് നഷ്ടപ്പെടാതെ ഇതിന്റെ നന്മയോടുകൂടെ നമ്മൾ വരും തലമുറയ്ക്ക് കൈമാറേണ്ടിയിരിക്കുന്നു. ഓരോ പഴമയിലും അതിന്റെ നന്മയും പുതുമയുമുണ്ട്. അതാണ് നമ്മളെ നല്ല വ്യക്തിത്വങ്ങളാക്കുന്നത്, നമുക്ക് ജീവിക്കാനുള്ള ഊർജവും പ്രചോദനവും ഒക്കെ. അപ്പൊ ഞാന് ഈ വിഷ്വൽ ബയോഗ്രഫിയില് തോൽപ്പാവക്കൂത്തിലൂടെ എന്റെ അമ്മയുടെ കഥ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്റെ അമ്മയും അച്ഛനും സായാഹ്നങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന ഒരു പാടം, മനോഹരമായിട്ടുള്ള ഒരു പാടമുണ്ട്, ചുടുവാലത്തൂർ പാടം. അവിടെയാണ് ഞാൻ പൂതനും തിറയും ഒരു ഓർമ്മയായി നടന്നു വരുന്നതായി ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് ഒറ്റപ്പാലം ആ ഭാഗത്ത് വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു പൂരമാണ് ചെനക്കത്തൂർ പൂരം. അവിടെ പൂരങ്ങളിലെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ പൊയ്ക്കുതിര, കുതിരയാണ് അവിടെ കൂടുതൽ ഈ പൂരത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ വള്ളുവനാടിന്റെ ഭംഗി, ഭാരതപ്പുഴയും ആറ്റുവഞ്ചിയും അവിടെയുള്ള വാഴാലിക്കാവും പൂരവും പൂതനൻ തിറയിലൂടെ ഞാൻ എൻ്റെ അമ്മയുടെ കഥയാണ് പറയാൻ ശ്രമിക്കുന്നത്. കടലിനെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. കായൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ വേമ്പനാട് കായൽ, ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. അവിടുന്ന് നേരെ ഭാരതപ്പുഴ, നിലയുടെ തീരത്ത് 48 വർഷം, അവിടുന്ന് നേരെ കടൽ, സ്വർഗത്തിലേക്ക്. അത്രയധികം ആത്മീയതയുടെ വേരുകൾ ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ആലപ്പുഴയിലെ അരുവികൾ അഴകിൻ അരമണിനാദം അരുളിയ ഗീതം. ആലപ്പുഴയിലെ അരുവികൾ അഴകിൻ അരമണിനാദം അരുളിയ ഗീതം. ആലോല പുഴ നിലയുടെ തീരത്ത് ആടിപ്പാടി ലയിച്ചൊരു ഗീതം. മയിൽ വാഹനമയ മധുരിത ഗീതം. മയിൽ വാഹനമയ മധുരിത ഗീതം. ഗീതാ ഗീതം ഗീതാ ഗീതം. നോവു നീത്തിയ വാഴ്വുകളിൽ കാലിവേകി ഒഴുകിയ
സൗഹൃദ സുന്ദര സുരഭിലഗീതം സ്നേഹലാലസ സുഖകരഗീതം സൗഹൃദ സുന്ദര സുരഭിലഗീതം സ്നേഹലാലസ സുഖകരഗീതം ഗീതാ ഗീതം ഗീതാ ഗീതം. അപ്പൊ 1974 ആലപ്പുഴയിൽ നിന്നും ഭാരതപ്പുഴയുടെ വള്ളുവനാടിന്റെ മരുമകളായി വന്ന ഗീത എബ്രഹാമിന്റെ കഥ. അപ്പൊ 1952 ആലപ്പുഴയിലാണ് എൻ്റെ അമ്മ ജനിച്ചത്. പ്രശസ്തമായിട്ടുള്ള വള്ളക്കാലിൽ കുടുംബത്തിലാണ് അമ്മ ജനിച്ചത്. പെരുമാൾ ജേക്കബ് വള്ളക്കാലിന്റെ കുഞ്ഞുഞ്ഞമ്മ ജേക്കബിന്റെ 4ാമത്തെ മകളായി. അതുകൊണ്ട് തന്നെ ഏറെ താലോലിച്ച് സ്നേഹിച്ച് കൊച്ചുവാവ എന്നാണ് വിളിച്ചിരുന്നത്. എന്റെ അമ്മയുടെ സൈഡിലെ എല്ലാ റിലേറ്റീവ്സും അമ്മയെ കൊച്ചുവാവ എന്ന് തന്നെയാണ് മരണം വരെ വിളിച്ചിരുന്നത്. അപ്പൊ അമ്മയുടെ പേര് ആ സമയത്ത് മേരി ജേക്കബ് എന്നായിരുന്നു. അവിടെയുള്ള സെന്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുകയും സെന്റ് ജോസഫ് കോളേജിൽ പിന്നീട് പഠിക്കുകയും അങ്ങനെ 1974 കല്യാണശേഷം എൻ്റെ അച്ഛൻ CA എബ്രഹാം, എല്ലാവരും സ്നേഹത്തോടുകൂടി തമ്പാച്ചൻ എന്ന് വിളിക്കുന്നു, അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയായി ഷൊർണൂരിൽ കടന്നു വരുന്നു. അപ്പോ ഈ ആലപ്പുഴയിലെ ഏറ്റവും നല്ല കുട്ടിക്കാലമായിരുന്നു. അമ്മയുടെ സിബ്ലിങ്സ്, മൂത്ത ചേച്ചി പ്രേമി, പിന്നെ റീന, പിന്നെ 3ാമത്തെ സഹോദരൻ തോമാച്ചൻ, ഇവരുടെയൊക്കെ കൂടെ വളരെ നല്ലൊരു കുട്ടിക്കാലം. കസിൻസും റിലേറ്റീവ്സും ആന്റിമാരും, പിന്നെ എൻ്റെ അപ്പന്റെ, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ അമ്മ മാനമ്മച്ചി എനിക്ക് ഓർമ്മയുണ്ട്. മാന്നാറില് തറവാടൊക്കെ ഉണ്ടായിരുന്നു. അമ്മച്ചിയും ആലപ്പുഴയിലെ ഈ ഒരു തറവാട്ടിലുണ്ടായിരുന്നു. അപ്പൊ എനിക്കും നല്ല ഓർമ്മകളാണ്. അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഏറെ പ്രിയമായിട്ടുള്ള ഒരു തറവാടായിരുന്നു ആലപ്പുഴയിലെ ആ തറവാട്. അതുകൊണ്ട് തന്നെ കല്യാണശേഷവും ആ തറവാട് പലതവണ സന്ദർശിക്കുകയും അവിടെ താമസിക്കുകയും അവിടെ നിന്നുകൊണ്ട് കടൽ കാണാൻ പോവുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ എനിക്കും ആലപ്പുഴയിലെ ആ തറവാട് ആയിട്ട് ഒരു ഇമോഷണൽ കണക്ട് ഉണ്ട്. 1999 ഞാന് ശരിക്കും എൻ്റെ ഹസ്ബൻഡ് ജോർജ് കെ നൈനാനെ പരിചയപ്പെടുന്നത് ആ വീട്ടിൽ വെച്ചാണ്. കാരണം ഞങ്ങളുടെ ഈ കല്യാണം എൻ്റെ ഒരു മമ്മിയുടെ ഒരു സുഹൃത്ത് വഴി അങ്ങനെ വരികയും അങ്ങനെ എൻ്റെ ഈ ഗ്രാൻഡ് പേരൻസിന്റെ വീട്ടിൽ വെച്ചാണ് ഇപ്പോൾ ഈ ഒരു വർഷം ശരിക്കും 25 years കഴിയും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെയും ആദ്യമായിട്ട് ഞാൻ അവിടെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ എനിക്കും ഒരു പ്രിയപ്പെട്ട ഒരു തറവാടാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കുട്ടിക്കാലം എല്ലാം കഴിഞ്ഞിട്ടാണ് അമ്മ ഷൊർണൂറിൽ വരുന്നത്. ചെമ്മിരിക്കാട്ട് CA എബ്രഹാമിന്റെയും അന്നമ്മ എബ്രഹാമിന്റെയും മരുമകളായി. അപ്പൊ അവിടെ വന്നപ്പോൾ ശരിക്കും അമ്മ മൂത്ത മരുമകളായിരുന്നു. കാരണം എൻ്റെ അച്ഛനാണ് 4 മക്കളിൽ ഏറ്റവും മൂത്തത്. 2ാമത്തെ അനിയൻ ഡോക്ടർ രാജൻ, 3ാമത്തെ ഒരു സിസ്റ്ററാണ് മേരിക്കുട്ടി ആന്റി, 4ാമത്തത് ഡോക്ടർ CA തമ്പി. അങ്ങനെ മൂത്ത മരുമകളായിട്ട് അമ്മ വന്നു. ആ സമയത്ത് ശരിക്കും 6-7 ബസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയൊരു വളർച്ചയാണ് ഞങ്ങളുടെ ബസ് സർവീസിന്റെ കണ്ടത്. 1990s കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബസ് സർവീസ് 120ഓളം ബസ്സുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ 1930s ആരംഭിച്ച ഒരു മയിൽ വാഹനം യാത്രയാണ്. 1930s എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ബ്രദർ CA മാത്യു കോഴഞ്ചേരിയിൽ നിന്ന് ഷൊർണൂർ വന്നു. അദ്ദേഹം ആദ്യം വന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സഹോദരന്മാരായിട്ടുള്ള CA തോമസ്, CA എബ്രഹാം, CA ജോർജ്, അങ്ങനെ ചെമ്മിരിക്കാട് ബ്രദേഴ്സ് ഷൊർണൂർ വന്നു. ആ സമയത്ത് മറ്റ് ഗതാഗതങ്ങളൊക്കെ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. കേരളം ഉണ്ടായിട്ടില്ല, KSRTC ഒന്നുമില്ല. ആ സമയത്താണ് അവിടുത്തെ ഒരു ലാൻഡ് ലോർഡ് മന്നത്ത് രാമൻ നായർ ഒരു ബസ്സിന്റെ ഐഡിയ എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ബ്രദറിന് CA മാത്യുവിന് സജഷൻ കൊടുക്കുന്നത്. അങ്ങനെ ഒരു ബസ് തുടങ്ങി. അതിന് മയിൽ വാഹനം എന്ന് പേരിട്ടു. പേരിടാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അവിടത്തെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമായിരുന്നു മുരുകൻ. മുരുകന്റെ വാഹനമാണ് മയിൽ. അതുകൊണ്ട് തന്നെ മയിൽ വാഹനം എന്ന് പേരിട്ടാൽ അവിടെയുള്ള നാട്ടുകാരുടെ ഇടയിൽ ഒരു അംഗീകാരവും അക്സെപ്റ്റൻസും ഒക്കെ ലഭിക്കും. ഇന്നും സെലിബ്രേറ്റിംഗ് 90+ years ഓഫ് മയിൽ വാഹനം ജേർണി.
ഏറ്റവും കൂടുതൽ ബസ് റൂട്ട്സും ബസ് സർവീസും ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള സർവീസും അട്ടപ്പാടി പോലെയുള്ള ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ എത്തിപ്പെട്ട ഒരു ബസ് സർവീസ്. ഇത് വള്ളുവനാട്ടുകാർക്ക് മയിൽവാഹനം എന്ന് പറയുമ്പോൾ കുട്ടിക്കാലം മുതലേ അവർ യാത്ര ചെയ്ത് ഒരു ഇമോഷനാണ്. ഇപ്പോഴും 5 ബസ്സുണ്ട്. അതെന്റെ അച്ഛൻ സി എബ്രഹാം തമ്പാച്ചൻ നടത്തുന്നു. ഷൊർണൂരിൽ നിന്നും പുറപ്പെടുന്ന പല മയിൽവാഹനം ബസ്സുകളും പുതിയ പുതിയ സ്ഥലങ്ങൾ അറിയും സർവീസ് നടത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. അതുപോലെ തന്നെയാണ് എന്റെ അമ്മയും അച്ഛനും കൂടെ ചേർന്ന് തുടങ്ങിയ മയിൽവാഹനം ഇൻഡസ്ട്രീസ്. ഇരുമ്പ് ഉരുക്കിയുള്ള ഒരു വ്യവസായം, ഫൗണ്ടറിയും ഫോർജിങ്, ഇങ്ങനെയുള്ള സ്കിൽഡ് വർക്കേഴ്സ് ഏറെയുള്ള മേഖലയാണ് ഷൊർണൂർ. ഈ അപ്പച്ചട്ടിയും ചീനച്ചട്ടിയും ദോശക്കല്ലും പിക്കാക്സ്, മമ്മട്ടി, സ്പേഡ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി. ഇത് മയൂര എന്ന ബ്രാൻഡിലാണ് നമ്മൾ ഇത് ഇറക്കുന്നത്. അങ്ങനെ 1974 എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ടീം വർക്ക്, ഒരു ഫാമിലി ആയിട്ട് തുടങ്ങിയ ഒരു സംരംഭം. ഗീതാമ്മയുടെയായിട്ടൊരു 47 കൊല്ലത്തെ പരിചയമുണ്ട്. പിന്നെ ഇത് എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പറഞ്ഞാൽ മാഡം എല്ലാം സാധിച്ചു തരും. എന്തുണ്ടെങ്കിലും നമ്മുടെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങളോ പറഞ്ഞിട്ട്. പിന്നെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കും ദിവസവും. പിന്നെ ഈ റോട്ടറി ക്ലബിന്റെ പ്രവർത്തനം തുടങ്ങിയ മുതല് അതിന്റെ പ്രസംഗത്തിന്റെ ടൈപ്പ് ചെയ്യാനുള്ളതൊക്കെ എൻ്റെ അടുത്താണ് കൊടുന്നു തരിക. അങ്ങനെ ദിവസം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. പിന്നെ മാഡം ഇല്ലാൻ്റെ ഇത് വലിയ നഷ്ടം തന്നെയാണ് ഞങ്ങൾക്ക്. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം, എൻ കരളിൽ ഞാൻ കാക്കും ഒരു നിധിയായി നിന്നെ, നിറവോടെ കരുതും പിരിയാതെ നിന്നെ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം. അങ്ങനെ അമ്മയുടെ ആ ഒരു നേതൃത്വത്തിൽ ബിസിനസ് മേഖലയിലാണെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലാണെങ്കിലും എല്ലാത്തിലും അമ്മയുടേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ ടച്ച് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഓർമ്മയിൽ ഞങ്ങളുടെ ആ ഒരു വീട് പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും ലാർജ് സ്കെയിൽ ഗാർഡൻ നമ്പർ 1 കിട്ടിയ ഗാർഡനാണ്. കാരണം ഗാർഡനിങ്ങിലാണെങ്കിലും പാചകത്തിലാണെങ്കിലും ഈ ഒറേറ്ററി സ്കിൽസ് ആണെങ്കിലും എല്ലാത്തിലും അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ഒരു കയ്യൊപ്പുണ്ടായിരുന്നു. ഷൊർണൂർ റോട്ടറി 2013 തുടങ്ങി അതിന്റെ ഏറ്റവും നല്ല ആക്റ്റീവായിട്ട് പ്രസിഡന്റായിട്ടും ബെസ്റ്റ് റോട്ടറി ആയിട്ടും അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഗവർണറായിട്ടും എല്ലാ മേഖലയിലും അമ്മ തിളങ്ങി നിന്നു. അമ്മ ഏതൊരു മേഖലയിൽ കൈവച്ചോ അതിലൊക്കെ ഒരു വിന്നറായിരുന്നു. റോട്ടറി ഡിസ്ട്രിക്ട് 3201 എന്ന് പറഞ്ഞ കോയമ്പത്തൂർ തൊട്ട് എറണാകുളം വരെയുള്ള 126ഓളം ക്ലബ്ബുകളിൽ ബെസ്റ്റ് പ്രസിഡന്റായി ചേച്ചിയെ തെരഞ്ഞെടുത്തു. അതും ചേച്ചിയുടെ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. സെൽഫ്ലെസ് ആയിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെ ഇന്നത്തെ കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. ഗീതാന്റിയുടെ ഒരു വിയോഗം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഒരു എന്താ പറയാ നികത്താനാവാത്തൊരു നഷ്ടം തന്നെയാണ്. ഗീതാന്റിന്ന് ഞങ്ങളെ വിളിക്കുക, അല്ലെങ്കിൽ ഗീത ചേച്ചി. അത് ഗീത ചേച്ചി ഇപ്പോൾ ചേച്ചി എന്ന് പറയുന്ന ഒരു മൂത്ത എഴുത്തിയെ പോലെയാണ് ചേച്ചി. ആ സ്ഥാനീയമായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഷൊർണൂർക്കാർ. ശ്രീകുമാർ പാപ്പുള്ളിയുടെ അമ്മയെക്കുറിച്ചുള്ള അനുസ്മരണമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. സ്വജീവിതം തനിക്കെന്ന പോലെ അപരനും ആനന്ദം കണ്ടെത്താനും പകരുവാനുമായി അക്ഷീണം പ്രവർത്തിച്ചിരുന്നതും സ്വയം സമർപ്പിതവുമായ ജീവിതം. നിറഞ്ഞ ചിരിയായിരുന്നു അവരുടെ മുഖമുദ്ര. ഏവർക്കും ആവേശം പകരുന്നതായിരുന്നു അവരുടെ സാന്നിധ്യം. എക്കാലവും നല്ല ഓർമ്മകളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഏതൊരു നാടിനും ഏതൊരു ടൗണിനും ഒരു മാസ്റ്റർ പ്ലാൻ വേണം. ആളുകൾക്ക് റിലാക്സ് ചെയ്യാനും അൺവൈൻഡ് ചെയ്യാനും കുടുംബത്തോടൊപ്പം ആസ്വദിക്കാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ. ഈ ഒരു പാർക്ക് എൻ്റെ അമ്മയുടെ കോൺസെപ്റ്റും വിഷനും സ്വപ്നമായിരുന്നു. ഇന്ന് ഏറെ ആളുകൾ ഭാരതപ്പുഴയുടെ തീരം സന്ദർശിക്കുമ്പോൾ ഈ പാർക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളും അത് ഉപയോഗിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ റോട്ടറിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ മനോഹരമായിട്ടുള്ളൊരു പാർക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ തന്നെ അമ്മയുടെ നേതൃത്വത്തിൽ നിരവധി പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ റോട്ടറിയുടെ വിവിധ പരിപാടികളിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുവാൻ സാധിച്ചു. അതില്
നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മെട്രോമാൻ ഇ ശ്രീധരൻ, ഇപ്പം അവസാനം അമ്മ മരിക്കുന്ന ആ വർഷം നമ്മുടെ കൗഡിയാർ പാലസിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായ് അവിടെ ഒരു റോട്ടറി ഇൻസ്റ്റലേഷൻ പരിപാടിക്ക് വന്നു. അവിടെ ഞങ്ങളുടെ ഷൊർണൂർ വീട്ടിൽ താമസിച്ചു. അങ്ങനെ ഏറെ മറ്റുള്ളവരെ സ്വീകരിക്കാനും നല്ല ഒരു ഹോസ്പിറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് ശരിക്കും KR നാരായണൻ പോലുള്ള സൗഹൃദങ്ങൾ. യശശരീരനായിട്ടുള്ള നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എൻ്റെ അമ്മയുടെ കസിനാണ്. അമ്മയുടെ ഗ്രാൻഡ് ഫാദറും ഉമ്മൻചാണ്ടിയുടെ ഗ്രാൻഡ് ഫാദറും സഹോദരങ്ങളാണ്. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം. ഈ റോട്ടറിയുടെ പരിപാടിക്ക് അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ വന്നിരുന്നു. ഋഷിരാജ് സിംഗ്, അങ്ങനെ നിരവധി സൗഹൃദങ്ങൾ, അതൊക്കെ ഈ ഒരു റോട്ടറിയുടെ പ്രോജക്ട്സിനൊക്കെ ആയിട്ട് അവരൊക്കെ പങ്കാളികളായി. അപ്പൊ ഈ ഉമ്മൻചാണ്ടി ആയിട്ടുള്ള സൗഹൃദവും ഞങ്ങളുടെ ഫാമിലിക്ക് ഏറെ ഒരു അനുഗ്രഹമായിരുന്നു. ഇതിൽ ഏറ്റവും സങ്കടം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്, ജൂലൈ 18 ഉമ്മൻചാണ്ടി മരിച്ചുപോയത്. അത് കഴിഞ്ഞ് ഒരു 59ാമത്തെ ദിവസം എൻ്റെ അമ്മയും സെപ്റ്റംബർ 15 പോയി. ശരിക്കും ഉമ്മൻചാണ്ടി യാത്രയായ ആ സമയത്ത് അമ്മ പുതുപ്പള്ളിയിൽ പോയി ഉമ്മൻചാണ്ടിയുടെ കല്ലറയൊക്കെ വിസിറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടിയായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. അത്രയ്ക്കും ഒരു അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്നു അമ്മ മരിച്ചുപോയ ഒരു സമയത്ത്. ചാണ്ടി അവിടെ വരികയും ഒക്കെ എല്ലാ കാര്യങ്ങളും ഏറെ സ്നേഹത്തോടുകൂടി. അപ്പൊ അങ്ങനെ ബന്ധങ്ങൾ, കാരണം ആ സൗഹൃദങ്ങളാണ് ഒരു വ്യക്തിയെ വ്യക്തിയാക്കുന്നത്. നമ്മുടെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും ഒക്കെ കാരണം ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്സ് ആണ്. അപ്പൊ ആ ഫ്രണ്ട്ഷിപ്സ് വഴി ഇപ്പൊ റോട്ടറിക്കാണെങ്കിലും ഒക്കെ നന്മ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. സാമൂഹിക രംഗത്ത് സേവന പ്രവർത്തനങ്ങളിൽ ഗീത ആന്റി വഹിച്ചിട്ടുള്ള പങ്ക് അവിസ്മരണീയമാണ്. അത് വിലമതിക്കാൻ കഴിയാത്തതാണ്. ആ പ്രവർത്തനങ്ങളിലെല്ലാം പല നിലയിലും സഹകരിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഞാൻ ഓർക്കുന്നത്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഏറ്റവും സൗകര്യമുള്ള ഒരു റീഹാബിലിറ്റേഷൻ കേന്ദ്രം എന്ന ആശയം റോട്ടറി ക്ലബിൻ്റെ ഭാരവാഹി എന്ന നിലയിൽ അവർ കൊണ്ടുവന്നതാണ്. അത് പിന്നീട് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ പലയിടത്തും നടപ്പിലാക്കാൻ എനിക്ക് പ്രചോദനമായി. അവരുടെ ഒരു മാതൃകയാണ് പിന്നീട് പലയിടത്തും MP എന്ന നിലയിൽ പകർത്തിയത്. ഒടുവിൽ അവരുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി റോട്ടറി ക്ലബിന്റെ ഓണററി അംഗത്വം ഞാൻ സ്വീകരിക്കുകയും ചെയ്തതും ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. അവർ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളായിരിക്കും അവരുടെ ഓർമ്മയ്ക്കുള്ള നിത്യസ്മാരകം എന്ന് ഞാൻ വിചാരിക്കും. എപ്പോഴും ചിരിച്ചും എല്ലാവരെയും ചിരിപ്പിച്ചും ഷൊർണൂരുകാരുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ ഗീതാന്റിയുടെ വിടവ് ഒരിക്കലും നികത്താൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. I am reminded of the famous song of Narsi Mehta, Vaishnava Janato Tene Kahiye, Ye Ped Parai Janu Re, Para Dukhe Upakar Kare To Ye Mana Abhimana Na Anade. Who are the children of God? Who are the people of God? Those who feel for the suffering of others, who sees the pida of others, and then who, while helping them in the suffering, is not even conscious or proud that they are doing it. In my 40 years of association with her, I found this love all permeate. And she was also a 2-time cancer survivor. 2 തവണ ക്യാൻസർ വന്നു. പക്ഷെ അതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അമ്മ മുന്നോട്ട് പോയത്. ഷൊർണൂറുള്ള കുംഭാര ട്രൈബ്സിനെ വളർത്താനും അവരുടെ ഉന്നമനത്തിനുമായിട്ട് ഷൊർണൂർ പോർട്ടേഴ്സ് വെൽഫെയർ സൊസൈറ്റി അന്ന് KR നാരായണന്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ പത്നി ഉഷ നാരായണന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ പോർട്ടേഴ്സ് വെൽഫെയർ സൊസൈറ്റി കുംഭാരന്മാർക്കായി തുടങ്ങുകയുണ്ടായി. ഇവരുണ്ടാക്കുന്ന ഈ കളിമൺ പാത്രങ്ങള് മനോഹരമായിട്ടുള്ള ഡിസൈൻസിൽ ചെയ്ത് ഇത് എക്സ്പോർട്ട് ചെയ്ത് അങ്ങനെ ഈ ഒരു ടെറാക്കോട്ട പോട്ട്സിന് ഒരു ഗ്ലോബൽ റീച്ച് ഉഷ നാരായണന്റെയും അതുപോലെ തന്നെ ഷൊർണൂർ മഹിളാ സമാജം അവിടെയുള്ളവരുടെ ഒക്കെ നേതൃത്വത്തിൽ ഇത് വിജയകരമായി സാധിച്ചു. സന്തോഷവതിയായിരുന്നു. ഞങ്ങളെയൊക്കെ വീട്ടിൽ ചെന്ന് സ്വീകരിക്കുന്നത് തന്നെ വാ വാ പറഞ്ഞ് ഒരു പൊട്ടിച്ചിരിയോട് കൂടിയായിരുന്നു സ്വീകരണം. ആ പൊട്ടിച്ചിരി കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിൽ സന്തോഷം താനേ നിറയും. വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്ത് വിളിക്കും, ചേച്ചി 2 സ്റ്റെപ്പ് പറഞ്ഞു തരൂ,
അത് എത്ര പെട്ടെന്നാ പഠിക്കുക അറിയോ? മാഗസീൻസ് എടുത്താലും ഗീതാ ബ്രാൻഡ് ഉണ്ടാവും ഏതിലും. ഷൊർണൂർ മഹിളാ സമാജത്തില് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും അവിടെയുള്ള ഒരു സ്കൂളിന് നേതൃത്വം കൊടുക്കുകയും അനേകം കുട്ടികൾക്ക് നന്മയും മൂല്യങ്ങളും പകർന്നു കൊടുക്കാനുമായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ മേരി ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ജെം സ്കൂള്, അതിലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ അമ്മ ഷൊർണൂർ വന്നപ്പോ തൊട്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ കുടുംബത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടിയും നന്മ ചെയ്യാനുള്ള ആ ഒരു ഊർജത്തോടു കൂടിയാണ് പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്തത്. ഗീതാന്റി പറയുമായിരുന്നു, ആര് വന്ന് നമ്മുടെ മുമ്പിൽ കൈ നീട്ടിയാലും അവരെ വെറും കൈയോടെ വിടരുതെന്ന്. അതിപ്പോ എനിക്ക് കൊടുക്കാവുന്ന ചിലപ്പോൾ 1 രൂപയായിരിക്കും, അല്ല 5 രൂപയായിരിക്കും, 10 രൂപയായിരിക്കും. അത് സന്തോഷത്തോടെ കൊടുക്കണം എന്നുള്ളത്. സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകളില്ലാത്ത ഒരു ദിവസം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായി കാണില്ല. ദിവസവും 100 കണക്കിന് അപേക്ഷകൾ. അവർക്ക് പകരമായി ചൂണ്ടിക്കാണിക്കാൻ മറ്റൊരു വ്യക്തിത്വം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാടിനു വേണ്ടിയും അർഹതപ്പെട്ടവർക്ക് വേണ്ടിയും ഒരു കാര്യം ചെയ്യാൻ ആന്റി ആഗ്രഹിച്ചാൽ അത് നടപ്പിലാക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയായിരുന്നു ആന്റിക്ക്. അതായത് കാര്യങ്ങൾ സംസാരത്തിലൂടെയല്ല, മറിച്ച് പ്രവൃത്തിയിലൂടെ തന്നെയാണ് ആന്റി നാടിനു വേണ്ടി ചെയ്തിരുന്നത്. അമ്മ എപ്പോഴും പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ഗിവർ ആയിരിക്കണം, സെൽഫ്ലെസ് ആയിട്ടുള്ള ഗിവർ. കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സാമ്പത്തികം മാത്രമല്ല, നമ്മുടെ കഴിവ്, അറിവ്, നമ്മുടെ സുഹൃത്തുക്കളുടെ ആ ഒരു കോണ്ടാക്ട്സ്, അതൊക്കെ എങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും നന്മയ്ക്കും മുന്നോട്ടുള്ള ആ ഒരു പ്രോഗ്രസിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ശ്രീ KR നാരായണന്റെ പത്നി ശ്രീമതി ഉഷാ നാരായണൻ ഞങ്ങളോടൊക്കെ പറഞ്ഞു, ഇവിടെ വനിതകൾക്കായി എന്തെങ്കിലും നിങ്ങളൊക്കെ ചെയ്യണം പറഞ്ഞു. ഞങ്ങൾക്ക് അതിൻ്റെ ഐഡിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ പറഞ്ഞത് കാരണം ഞങ്ങളിവിടെ ഷൊർണൂരും ഒറ്റപ്പാലത്തുമൊക്കെ കരുണ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ എന്ന പേരിൽ ഞങ്ങൾ ഹോസ്റ്റലുകളൊക്കെ നടത്തി. എല്ലാ നിർദ്ദേശങ്ങളും ശ്രീമതി ഉഷാ നാരായണന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ചെയ്തത്. അതിൽ ഗീത ഷൊർണൂരിലത്തെ വികസന പ്രവർത്തനങ്ങളിൽ ഈ വനിതാ ഹോസ്റ്റലിൽ, അത് മാത്രമല്ല സാധാരണ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ്, കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സാമ്പത്തികമായ സഹായം നൽകുക, ഇങ്ങനെ എത്രയോ കാര്യങ്ങളാണ് ഗീത സംഭാവന ചെയ്തിട്ടുള്ളത്. ഞാൻ നമ്മുടെ ഗീത ചേച്ചിയുടെ അടുത്ത വീട്ടിലത്തെ നൈബറാണ്. ഗീത ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. അത്ര അടുപ്പുള്ള ഒരു വീട്ടിലത്തെ ഏറ്റവും അടുപ്പുള്ള ഒരാളുടെ മാതിരിയാണ്. എന്നും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 4-5 പ്രാവശ്യം വിളിക്കും. എൻ്റെ എല്ലാ വളർച്ചയിലും തളർച്ചയിലും ഒപ്പം നിന്ന ഒരാളാണ്. എൻ്റെ എന്ത് സന്തോഷം ഉണ്ടെങ്കിലും ഞാൻ പങ്കിടും. അതുമാതിരി എന്ത് സങ്കടം വന്നാലും എനിക്ക് ഗീത ചേച്ചിയാണ് പറയാനുള്ളത്. അതിനെല്ലാത്തിനും സൊല്യൂഷനുണ്ട് ഗീത ചേച്ചിയുടെ കയ്യിൽ. ദൈവം 2 ആണും പെണ്ണും എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചതാണ്. രണ്ടുപേരും ഈക്വലാണ്. നോബഡീസ്, ഒരാൾ മുകളിലുമല്ല ഒരാൾ താഴെയല്ല, ഈക്വൽ ആയിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. സ്ത്രീക്ക് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഒരമ്മയാണ്. ഏതൊരാളുടെയും ഒരു വലിയ ആള് രാഷ്ട്രപതിയാണെന്ന് പറയുന്നത്. രാഷ്ട്രപതിയുടെ പിന്നിലും വളർത്തിയ കൈയാണ് അമ്മ. ആരാണെങ്കിലും പറയുമ്പോ ഒരു ടെസ്റ്റിമണി പറയുമ്പോ എന്റെ അമ്മയുടെ ഇതാണ്, എന്റെ അമ്മയുടെ ഇതാണ് മാതാപിതാ ഗുരുദൈവം. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയാം, മാതാവാണ് പിതാവിനെ കാണിച്ചു കൊടുക്കുന്നത്, പിതാവാണ് ഗുരു. അങ്ങനെ ആലപ്പുഴയിലുള്ള തറവാട് സന്ദർശിക്കുമ്പോൾ അവിടെ താമസിച്ചിട്ട് സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി വിസിറ്റ് ചെയ്യുകയും അവിടെ തന്റെ മാതാപിതാക്കളെ അടക്കിയ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുകയും പൂക്കൾ വെക്കുകയും ചെയ്യുന്നത് അമ്മയ്ക്ക് ഏറെ സമാധാനവും ഊർജവും പകർന്നു കൊടുക്കുന്ന ഒരു അനുഭവമായിരുന്നു. എല്ലാം ഒരു ആർട്ട്, ഒരു കലയായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തി. ജീവിതത്തില്, കാഴ്ചപ്പാടുകളിൽ, ചിന്തകളിൽ, സംസാരിക്കുന്നതില് എല്ലാം ഒരു ആർട്ടായിട്ട്, ഒരു റിതമിക് ഫ്ലോ ആയിട്ടായിരുന്നു അമ്മയുടെ ജീവിതം. അതിൽ വീണ വായന ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. അതുപോലെ തന്നെ മോഹിനിയാട്ടം, അവിടെ വളരെ വിശ്വവിഖ്യാതമായിട്ടുള്ള കലാമണ്ഡലം ഉള്ളതുകൊണ്ട് തന്നെ അവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള ഗുരുക്കന്മാർ
ഇത്രയും നല്ല ഗുരുക്കന്മാരുടെ ആ ഒരു ശിക്ഷണത്തില് എന്റെ അമ്മ മോഹിനിയാട്ടം പഠിക്കുകയും ദൂരദർശൻ നൃത്ത മണ്ഡപത്തില് അരമണിക്കൂർ പെർഫോം ചെയ്യുകയും ഉണ്ടായി. ഇത് 1980s ഞാൻ ഗീത ചേച്ചിയുടെ മോള് രൂപയെ ഭരതനാട്യം പഠിപ്പിക്കാനായിട്ടാണ് ആ വീട്ടിലേക്ക് ആദ്യമായി കയറി ചെല്ലുന്നത്. അന്ന് മുതൽ ആ ഗീത ചേച്ചിക്ക് ആ മകൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഗീത ചേച്ചിക്ക് ആ കലയോടുള്ള ഒരു താല്പര്യവും എല്ലാ ക്ലാസ്സിലും അടുത്ത് വന്നിരിക്കും. 1987 മുതൽക്ക് തന്നെ തുടങ്ങുന്നു ഈ ചേച്ചിയുമായുള്ള ബന്ധം. ഈ ചേച്ചിയുടെ മകൻ രോഹന് മാത്സ് ട്യൂഷന് തുടക്കം കുറിച്ച് പിന്നീട് ഞാനൊരു മാത്സ് ടീച്ചറായി വളർന്നത് തന്നെ ഈ തുടക്കം മുതൽക്കാണ്. റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ KVRHSൽ കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു തന്ന് ഞാനന്ന് HM ആയിരിക്കുമ്പോഴാണ്. ദൈവാശ്രയ ബോധത്തോടെ ഗീത ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വിജയത്തിൽ അവസാനിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ധന്യ ജീവിതം നയിച്ചതിൻ്റെ പ്രതിഫലം ദൈവത്തിരുമുമ്പിൽ ഗീത ഇന്ന് അനുഭവിക്കുകയാണ്. ഗീത എബ്രഹാം, അതായത് എൻ്റെ ചേട്ടത്തിയമ്മ എന്ന് പറയുന്നത് എൻ്റെ മൂത്ത ബ്രദറിൻ്റെ വൈഫാണ്. എൻ്റെയൊക്കെ വളരെ ചെറുപ്പം മുതലേ എന്ന് പറഞ്ഞാൽ ഒരു 16-17 വയസ്സിൽ തന്നെ ആണ് ചേട്ടത്തി ഇവിടെ ആദ്യമായിട്ട് വന്നത്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വല്ലാത്തൊരു നഷ്ടമാണ്. പക്ഷേ അത് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് എന്നേക്കുമായി പോയി. അമ്മ ഈ ചെടികൾ നോക്കുന്നതിലാണെങ്കിലും ചെടികളെയൊക്കെ ഏറെ സ്നേഹിച്ചിരുന്നു, പ്രകൃതി ഏറെ സ്നേഹിച്ചിരുന്നു. ഈ പക്ഷികൾക്ക് ഇങ്ങനെ ബേർഡ് ബാത്തും വെള്ളം വെക്കലും നെസ്റ്റും. ഫാമിലി ഇവന്റ്സ് ആണെങ്കിലും പള്ളിയുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും അമ്മയുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഫാമിലി ഇവന്റ്സ് ഒക്കെ അമ്മയ്ക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും മുൻകൈ എടുക്കാനും, അതിൽ ക്വിസ് ആണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിലും ആളുകളെ ആദരിക്കുന്നത്, പൊന്നാടിയിടലും പ്രായമായിട്ടുള്ളവരെ എല്ലാത്തിലും എൻ്റെ അമ്മയാണ് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തിരുന്നത്. ഒരു 10-40 കല്യാണങ്ങൾ അമ്മ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ഏറെക്കുറെ എൻ്റെ കുടുംബത്തിലും എൻ്റെ കസിൻസും അതുപോലെ തന്നെ റിലേറ്റീവ്സ് ഇവരുടെയൊക്കെ ഇടയിലാണ്. അതൊക്കെ ഇപ്പോഴും വിജയകരമായി തുടരുന്നു. അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല പ്രോബ്ലം സോൾവർ എൻ്റെ അമ്മയായിരിക്കും. എല്ലാവരും അമ്മയോടാണ് എല്ലാം തുറന്നു പറയാൻ ആഗ്രഹിച്ചിരുന്നത്. നല്ലൊരു വൈഫ്, നല്ലൊരു മദർ, നല്ലൊരു ഗ്രാൻഡ് മദർ, സമൂഹത്തിന് നന്മ ഉള്ള ഒരു വ്യക്തി എന്ന് ചൂണ്ടിക്കാണിക്കാൻ നല്ലൊരു റോൾ മോഡൽ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ തിളങ്ങിയ ഒരു വ്യക്തിയാണ്. She was a very good orator. She was a very good in women empowerment. നല്ലൊരു ഗ്രാൻഡ് മദർ ആൻഡ് ഷീ വാസ് വെരി ഫൺ ലവിങ്. കാരണം ഏതൊരു വേഷവും, റോട്ടറിയിലാണെങ്കിൽ ഏതൊരു വേഷവും ധരിച്ച് വരാൻ ഏറെ താല്പര്യമായിരുന്നു. വളരെ ഫൺ ലവിങ് ആയിരുന്നു. നല്ലൊരു ഗിവറാണ്. അതുപോലെ തന്നെ ആളുകളെ ആദരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും നന്മ കാത്തു സൂക്ഷിച്ച, അത് മറ്റുള്ളവർക്ക് ധാരാളമായി കൊടുത്ത ഒരു വ്യക്തിത്വം. നിങ്ങൾ കുട്ടികളോടും പറയാൻ ശ്രമിക്കുന്നത് അതാണ്. നമ്മളെല്ലാവരും ഒരു ദിവസം ഒരു കഥയായി തീരും. അപ്പൊ എങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കുന്ന, നന്മ ഉണർത്തുന്ന നല്ലൊരു കഥയാവാൻ സാധിക്കും? ഓരോ നാടിനും ഒരു കഥയുള്ളതുപോലെ ഓരോ വ്യക്തിക്കും ഓരോ കഥയുണ്ടാകും. ഫൈനലി ബി എ ഗുഡ് സ്റ്റോറി. ഈ ഓർമ്മകൾ, മെമ്മറീസ്, നൊസ്റ്റാൾജിയ, അതാണ് നമുക്ക് ജീവിക്കാനുള്ള ഒരു ഊർജവും പ്രചോദനവും നൽകുന്നത്. ഷൊർണൂർ നഗരസഭാ കൗൺസിൽ തൊട്ട് ഇന്ത്യൻ രാഷ്ട്രപതി ഭവൻ വരെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ റോട്ടറി ക്ലബിന്റെ ഭാരവാഹിയതിനു ശേഷം ഏകദേശം ഒരു 1.5 പതിറ്റാണ്ട് കാലം എനിക്ക് ഓർമ്മയുണ്ട്. കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണറെ കൊണ്ടുവന്നു. ഗവർണർ വന്നപ്പോൾ ആദ്യം ഗവർണർക്ക് ഒരു തലപ്പാവും വാളെടുത്തു കൊടുത്തു. പോലീസ് ആകെ ഞെട്ടി. പോലീസുകാർ വരക്കി. പക്ഷെ ഗവർണർക്ക് മനസ്സിലായി ഇവരുടെ ഒരു വിശാല മനസ്ഥിതി, ഇവരുടെ ഒരു ആത്മാർത്ഥത. ഗവർണർ പോലീസിനെ മാറ്റി ആ വാളും പരിധിയും ഗീതാ കൊച്ചമൃത് വാങ്ങിക്കുന്ന സമയം കുടുംബത്തിലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും
നഷ്ടപ്പെട്ടത് വലിയൊരു എഴുത്തിമേനയാണ്. സഭയ്ക്കും വലിയൊരു തീരാനഷ്ടമാണ് ബസ്മയുടെ വിയോഗം സൃഷ്ടിച്ചത്. ആത്മീയ കാര്യങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന, എത്രയോ വേദികളിൽ സുവിശേഷ ഘോഷണം നടത്തുന്ന, പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന, വേദപുസ്തകത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബസ്മയുടെ 71 വർഷത്തെ ധന്യമായ ജീവിതത്തെ ഓർത്ത് വലിയനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും കടന്നു വരുമ്പോൾ ഈ കുട്ടികളോട് കൂടി ആടിയും പാടിയും ഇവരിൽ ഒരാളായിട്ട് ഈ ഗീത ചേച്ചി വർത്തിച്ചിരുന്നു. ഈ റോട്ടറി ക്ലബ്ബ് വഴി, പ്രത്യേകിച്ച് ഗീത ചേച്ചി വഴി റോട്ടറി ക്ലബ്ബിലൂടെ ഞങ്ങൾക്കൊരു ഇൻ്റഗ്രേഷൻ സെൻസറി റൂം ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരുകയുണ്ടായി. അത് ഒത്തിരി ഇഫക്റ്റീവായിരുന്നു. ഈ കുട്ടികളെ സംബന്ധിച്ച് അത് വളരെ അവരുടെയൊക്കെ കോർഡിനേഷൻ, അവരുടെ എല്ലാ സെൻസറികൾക്കും ഒത്തിരി ഇഫക്റ്റീവായിട്ടുള്ളൊരു ഇതാണ് സെൻസറി റൂമിലൂടെ ഇവർക്ക് ലഭിക്കുന്നത്. ദൈവം തന്നെ, ഈ സൃഷ്ടാവ് തന്നെ തൻ്റെ മകനെ ഈ ഭൂമിയിലേക്ക് അയച്ച് മാനവരാശിയുടെ മുഴുവൻ രക്ഷയ്ക്കും വേണ്ടി ഈ തൻ്റെ മകൻ്റെ ശരീരം തകർക്കപ്പെടുവാനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതിൻ്റെ ഒരു ചെറിയ കുഞ്ഞായിട്ട് അന്ന് ഉള്ളവർ ഈ കുഞ്ഞിനെ കയ്യിലെടുത്തു ലാളിച്ചു എന്നാണ് കേൾക്കുന്നത്. എന്തൊരു അനുഭവമാണത്. ആ സൃഷ്ടാവിനെ സ്വന്തം കയ്യിലെടുക്കുക, ഒരു കുഞ്ഞായിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയെ ഒരു കുഞ്ഞായിട്ട്, കൈക്കുഞ്ഞായിട്ട് എടുക്കുക എന്നുള്ളത്. ക്രിസ്മസ് എന്നതിൻ്റെ അർത്ഥം ക്രൈസ്റ്റ് മാസ് എന്നാണ്, ദൈവത്തിൻ്റെ ബലി എന്നാണ് ആക്ച്വലി. കാരണം നമ്മൾ ഒരു സന്തോഷത്തിൻ്റെ ആന്ന് നമ്മൾ പറഞ്ഞാലും എന്തിനു നമ്മൾ സന്തോഷിക്കണം? നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഈ ഭൂമിയിൽ വന്നത്. വലിയൊരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നു. വലിയ സമ്പന്ന കുടുംബത്തിലാണ് ജീവിച്ചതെങ്കിലും സാധാരണ ജനങ്ങളോട് വലിയ രീതിയിലുള്ള സ്നേഹവും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള സാമൂഹ്യ പ്രവർത്തനത്തിലും മുഴുകിയിരിക്കുന്ന സന്ദർഭത്തിലാണ് അവർ നമ്മൾ വേർപെട്ടു പോയത്. തീർച്ചയായിട്ടും സമൂഹത്തോട് നല്ല ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയായിരുന്നു ഗീത. ഞാൻ എന്ത് വിഷമങ്ങൾ ചേച്ചിയോട് ചെന്ന് പറഞ്ഞാലും ഗീത ചേച്ചി എനിക്ക് അത് ടീച്ചർ പേടിക്കണ്ട, ഞാനത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളിലും ഗീത ചേച്ചി ഇടപെട്ടിരുന്നു. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ നഗരസഭയിലെ പാവപ്പെട്ടവരുടെയും എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഗീത ചേച്ചി ഓടി നടന്നിരുന്ന ഒരു വ്യക്തിത്വമാണ്. പ്രകൃതിയെയും നാടിനെയും നഗരത്തെയും അതുപോലെ കലാകാരന്മാരെയും നാടിൻ്റെ സംസ്കാരത്തെയും എല്ലാം സ്നേഹിക്കുകയും ആ സംസ്കാരത്തെ എല്ലാം എല്ലാ ഇടങ്ങളിലേക്കും എത്തിക്കപ്പെടുകയും ചെയ്ത ഒരു മഹത് വ്യക്തി കൂടിയാണ് ഗീത മാം. ജീവത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മർ ക്യാമ്പ് നടത്താറുണ്ട്. ഈ സമ്മർ ക്യാമ്പിൽ വളരെ കുറച്ച് രൂപയാണ് നമ്മൾ കുട്ടികളുടെ അടുത്ത് നിന്ന് സമാഹരിക്കാറുള്ളൂ. ബാക്കി അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാനും ടൂറിനും എല്ലാവരും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പല നല്ല മനസ്സുള്ള വ്യക്തികളുടെ മുന്നിൽ പോയി കൈനീട്ടിട്ട് തന്നെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങൾ എത്തിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു വല്ലാത്തൊരു പൈസയുടെ ബുദ്ധിമുട്ട് വന്നപ്പോൾ അപ്പോഴും പെട്ടെന്ന് ഫസ്റ്റ് ഓർമ്മ വന്നത് ഗീതാ മാഡത്തിന്റെ പേരായിരുന്നു. ഞങ്ങൾ പോയി ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് മാഡം എന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയില്ലാണ്ട് ഞങ്ങൾക്ക് വേണ്ട ആ ഒരു തുക മാഡം ഒരു മടിയില്ലാണ്ട് അപ്പൊ തന്നെ പോയി ഞങ്ങൾക്ക് കൊണ്ടു തരികയൊക്കെ ചെയ്തിട്ടുണ്ടായി. കൊറ്റമ്പത്തൂർ കോളനിയിൽ മണ്ണിടിച്ച് ഇടിഞ്ഞ് 4 പേര് മരണപ്പെടുകയും അതുപോലെ തന്നെ കുറേ വീടുകൾ നഷ്ടപ്പെടുകയൊക്കെ ഉണ്ടായി. ആ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്ക് ലോട്ടറി ക്ലബിൻ്റെ ചേച്ചിയുടെ നേതൃത്വത്തിലാണ് സഹായങ്ങൾ നമുക്ക് ഉറപ്പ് നൽകിയത്. അങ്ങനെ സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഞാൻ 6ാം ക്ലാസ് മുതൽ പഠിച്ച സ്കൂളാണ് സെൻറ്റ് തെരേസ് ഹൈസ്കൂൾ ഷൊർണൂർ. അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ HM സിസ്റ്റർ ലിസ ജേക്കബായിട്ടും അമ്മ നല്ലൊരു കോണ്ടാക്റ്റ്, ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ശരിക്കും ഓഗസ്റ്റിൽ സ്ഥാപിച്ചതാണ് ആ ഒരു ഗാന്ധിജിയുടെ പ്രതിമ, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്നുള്ളത്. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം. ഈ ഓഗസ്റ്റിൽ അത്രയും ഒരു നിമിഷം വരെ ആക്റ്റീവായിരുന്നു. ഓഗസ്റ്റിൽ ആ ഒരു സ്റ്റാച്യു അവിടെ കൊടുത്ത് സെപ്റ്റംബറിൽ അമ്മ പോകുന്നു. അതുപോലെ തന്നെ അമ്മയുടെ ആ 70ാം പിറന്നാൾ സപ്തതി ആഘോഷിച്ചത് അവിടെ സെൻറ്റ് തെരേസ് സ്കൂളിന് ഒരു മിയാവാക്കി ഗാർഡൻ സമർപ്പിച്ചുകൊണ്ടാണ്, 70 ചെടികൾ നട്ടുകൊണ്ടാണ്. അങ്ങനെ ഓരോ കാൽവെപ്പിലും ശരിക്കും പ്രകൃതിയോടാണെങ്കിലും ഒക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ കോൺവെൻറ്റിനോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ ഏറെ സ്നേഹവും താല്പര്യവും കാണിച്ചിരുന്നു. ഗീത അബ്രഹത്തെ പരിചയപ്പെടുന്നത് 2019 ആ 2019 മുതൽ ഈ ഭൂമിയിൽ നിന്നും അവർ പോകുന്നത് വരെ നമ്മുടെ ഈ വിദ്യാലയത്തോട് വളരെയധികം അടുത്തൊരു ബന്ധമാണ് അവർ
അവർക്കുണ്ടായിരുന്നത്. ഈ മിയാവോക്കി ഗാർഡൻ, അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഒരു പ്രതിമ, ഇതൊക്കെ തന്നു. കൂടാതെ വളരെയധികം നല്ല കാര്യങ്ങൾ നമ്മുടെ സ്കൂളിന് വേണ്ടി ചെയ്യുവാനായിട്ട് അവർ മുൻകൈയെടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അവരായിട്ട് ബന്ധപ്പെട്ടത് മുതലാണ് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാവാൻ തന്നെ കാരണം. മനസ്സിലായി? അതിന് ഞാനും എൻ്റെ കുടുംബവും എന്നും അവരെ ഓർമ്മിക്കും. അതുല്യ വ്യക്തിത്വം എന്ന പദത്തിന് തീർത്തും യോജിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റി എന്നൊക്കെ പറയാറുണ്ടല്ലോ, അക്ഷരാർത്ഥത്തിൽ അവരതായിരുന്നു. ഒരു സ്മാർട്ട് ടീച്ചർ എന്നുള്ളൊരു പരിപാടി കൗമുദി TV-ക്കാരുടെ എനിക്കതിന് ഒരു ടോക്ക് നടത്തുന്നതിനുള്ള വലിയ സൗകര്യം തന്നു. മറ്റുള്ളവരെ അപ്ലിഫ്റ്റ് ചെയ്യാനും അക്നോളജ് ചെയ്യാനുള്ള ഗീതയുടെ കഴിവ്, ഗീതയുടെ ആ സ്വഭാവം ഭയങ്കര നല്ലതായിരുന്നു. ഷൈനുവിൻ്റെ ഒരു കേക്ക് ഷോ, നല്ലപോലെ കേക്ക് ഉണ്ടാക്കും. അപ്പോൾ ആ കേക്ക് ഷോയിലൊക്കെ ഒരു STV-ക്കാർ ഇട്ടപ്പോൾ ഗീത തന്നെ വീട്ടിൽ ചെന്ന് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കുക്കറി ഷോ കാണിച്ചിരുന്നു. അവസാനമായി 2023 ഓണം, അന്നേ ദിവസത്തെ ഭക്ഷണം കൊച്ചമ്മ കുടുംബക്കാരോടൊപ്പം വന്ന് വളരെ ആഹ്ലാദപൂർണ്ണമായി ഉണ്ട്. കളിയും ചിരിയും ഓണപ്പാട്ടും എല്ലാമായിട്ട് കുറേ അധികം സമയം ഞങ്ങളോടൊപ്പം ആയിരുന്നുണ്ട്. ഞങ്ങൾക്കത് മറക്കാൻ പോലും സാധ്യമല്ല. To me, Geeta ma'am is an embodiment of a whirlpool of energies into which she attracts each and every person around her. I have observed her as a person who preaches less and does more. ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ഒരു ആദ്യം കേക്ക് എത്തും. അത് നല്ല പ്ലം കേക്ക്, കോസ്റ്റ്ലി ആയ ഒരു പ്ലം കേക്ക് കിട്ടും. ഇവിടെ എല്ലാവർക്കും കൊടുക്കും. ഗീത മേഡത്തിൻ്റെ ഫോട്ടോസ് ആയിരുന്ന ഒരു കേക്ക് എത്താറുണ്ട്. നഷ്ടമാണ് ഗീത മേഡം. സ്വർണ്ണ എല്ലാവർക്കും ഒരു നഷ്ടമാണ്. അമ്മയുടെ ഇഷ്ട വസ്ത്രം എന്ന് പറയുന്നത് സെറ്റുമുണ്ടാണ്. ശരിക്കും അമ്മയെ അറിയുന്ന എല്ലാവർക്കും അറിയാം, സെറ്റുമുണ്ടാണ് കൂടുതൽ ധരിച്ചിരുന്നത്. അത് ശരിക്കും വീട്ടിലിരിക്കുമ്പോഴും സെറ്റുമുണ്ടാണ് ഉപയോഗിച്ചിരുന്നത്. കൂത്താമ്പള്ളിയിലെ മിക്ക സമയത്ത് പോവുകയും സെറ്റുമുണ്ട് വാങ്ങുകയും അതൊക്കെ വേറെ ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. ഞാനിപ്പോൾ ഈ കൂത്താമ്പള്ളി ഹാൻഡ്ലൂമിൻ്റെ ഒരു കടയിലാണ് നിൽക്കുന്നത്. എൻ്റെ അമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രം എന്ന് പറയുന്നത് തന്നെ സെറ്റുമുണ്ട്, മുണ്ട് സെറ്റായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓണം സമയത്തും അല്ലാതെയും സമ്മാനങ്ങൾ കൊടുക്കാനും ഒക്കെ ഇവിടെ വന്ന് ധാരാളം ഇങ്ങനത്തെ സെറ്റ് മുണ്ടുകൾ വാങ്ങുകയും അമ്മ തന്നെ അവിടെ നിത്യവും വീട്ടിൽ ധരിച്ചിരുന്ന വസ്ത്രം എന്ന് പറയുന്നത് സെറ്റ് മുണ്ടായിരുന്നു. ഏറെ ഇഷ്ടമുള്ള പ്രിയപ്പെട്ട വസ്ത്രമായിരുന്നു. അവിടെ നല്ല പട്ടങ്ങൾ കിട്ടും, നല്ല ഇത് വർക്ക് ചെയ്തിട്ട് ഞാൻ കാറ്റും കടലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമായിട്ട് പോയിട്ട് കടലിന്റെ അവിടെ നിന്ന് പട്ടം പറപ്പിക്കും. പിന്നത്തത് ഞാൻ ഊഞ്ഞാൽ, എല്ലാ വീട്ടിലും ഊഞ്ഞാൽ, അതൊരു മസ്റ്റാണ് ഊഞ്ഞാലാട്ടം. ഷൊർണൂർ നഗരസഭയുടെ വിവിധ പ്രോജക്റ്റുകളിൽ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ഇടപെടലും, ഗീതാ അബ്രഹാമിന്റെ ഇടപെടലുകളും അതിനു വേണ്ടിയുള്ള ധനസഹായവും എല്ലാം നമുക്ക് ആർക്കും ഓർക്കാതെ പോകാൻ സാധിക്കും. ഒരു അമ്മയുടെയും അതുപോലെ തന്നെ ഒരു സഹോദരിയുടെയും എല്ലാവിധ സഹായവും തണലും തന്ന് എന്നെ ഏറ്റവും കൂടുതൽ എനർജൈസ് ചെയ്തിട്ടൊരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് ഗീതച്ചി. അന്തരിച്ച ലീഡർമാരുടെ ഡിജിറ്റൽ ഛായാചിത്രം സ്ക്രീനിൽ പ്രദർശിച്ചപ്പോൾ ശരിക്കും ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. ഞങ്ങളുടെ റോട്ടറി ഡിസ്ട്രിക്റ്റിലെ ഒന്നാമത്തെ ലേഡി റോട്ടറി ഗവർണർ എന്ന പദവിയിലേക്ക് എത്തിക്കണമെന്ന മോഹം സബലീകരിക്കാൻ പറ്റിയില്ല. ഷൊർണൂരിൽ ഇന്ന് നടക്കുന്ന, ഇന്ന് കാണുന്ന പലതരത്തിലുള്ള വികസന പദ്ധതികളിലും ഗീതാ അബ്രഹാമിൻ്റെ ഒരു കയ്യൊപ്പ് ചാർത്തിയിട്ടാണ് അവർ പിരിഞ്ഞു പോയത്. 2018 പ്രളയം മുതൽ അതുപോലെ തന്നെ കൊറോണ കാലത്ത് നമ്മളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് വളരെ സഹായകരമായ രൂപത്തിൽ പുതിയ പുതിയ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകിക്കൊണ്ടിരുന്ന വ്യക്തിത്വമാണ് ശ്രീമതി ഗീതാ അബ്രഹാം. ഷൊർണൂരിൽ ഒരു റോട്ടറി ക്ലബ്ബ് തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അന്ന് പലരെയും സമീപിച്ചതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ കണ്ടതിലെ പ്രധാന വ്യക്തിയായിരുന്നു ഗീത ചേച്ചി. അവർ ആ ക്ലബ്ബിൽ വന്നതോട് കൂടിയിട്ടാണ് ആ ക്ലബ്ബ് ഇന്ന് കാണുന്ന ഹൈറ്റ്സിൽ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഒരു അമ്മയും മകനുമായുള്ള ബന്ധമാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും നിരന്തരം അന്വേഷിക്കുകയും
അതിനുള്ള എന്താണ് ഇഷ്യൂസ് അല്ലെങ്കിൽ എന്താണ് പ്രശ്നങ്ങൾ അതിനുള്ള പ്രതിവിധി പറഞ്ഞു തരികയും എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം ദിവസവും ഫോൺ കോളുമായി ബന്ധപ്പെട്ടിരുന്നു. ഷൊർണൂരുകാരുടെ ഗീത ചേച്ചിയായും ഗീത കൊച്ചമ്മയായും ഗീതാൻറ്റിയായും ഒക്കെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്ന സാന്നിധ്യമായിരുന്നു ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട ഗീത ചേച്ചി. ഷൊർണൂരിൻ്റെ തന്നെ മൊത്തം ഒരു വീട്ടമ്മയായി അവരെ കണ്ട് അവരുടെ വിയോഗം വളരെ ഒരു വിലാപയാത്രയോടെ നമ്മളിവിടെ കൊണ്ടുപോയത്. ആ ജനക്കൂട്ടം മുഴുവൻ അവരുടെ സഹായത്തിൻ്റെ കരങ്ങളാണ് സഹായം ചെയ്ത ആളുകളുടെ കണ്ണീരാണ് അവിടെ കണ്ടത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഷൊർണൂർ ഇമ്മാനുവൽ മർത്തോമ ചേർച്ച്, ആ പള്ളിയിലുള്ള ആർക്കും എൻ്റെ അമ്മയെ മറക്കാൻ സാധിക്കത്തില്ല. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ നിലമ്പൂരിൻ്റെ പ്രദേശത്തു നിന്നും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്ന ആ യാത്രവേളയിൽ ഗീത ആൻറ്റിയുടെ ഫോൺ കോൾ എനിക്ക് വന്നു. ഞാൻ ഗീത എബ്രഹാമാണ്, സേവ്യ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ്. അത്രമാത്രം ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കാൻ തക്കവണ്ണം ഗീത ആൻറ്റിയുടെ വാക്കുകൾ ഗീത ആൻറ്റി എപ്പോഴും ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇടവതലങ്ങളിലൊക്കെ ഒരു ആത്മീയമായ ഒരു രീതിയിൽ ഗീത ആൻറ്റി വളരെയധികം മുമ്പോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പ്രസംഗത്തിനായാലും അതുപോലെ മറ്റ് തലങ്ങളിലൊക്കെയും പ്രവർത്തിപ്പാൻ തക്കവണ്ണം പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഗീത ആൻറ്റി വളരെയധികം ശ്രമിച്ചിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ആരാധനാ വേളകളിൽ ഗീത ആൻറ്റി എപ്പോഴും നല്ല റെസ്പോൺസ്, നല്ല ഉച്ചത്തിൽ റെസ്പോൺസ് ചെയ്ത് ആരാധനയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഗീത ആൻറ്റി ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞതായ ലേല സമാഹരണത്തിൽ ഞങ്ങൾ ഗീത ആൻറ്റി വളരെയധികം മിസ് ചെയ്തു. കാരണം ഗീത ആൻറ്റിയുടെ ഒരു വലിയ പ്രവർത്തനം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതിൽ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു മിസ്സിങ് ഞങ്ങൾക്കത് അനുഭവപ്പെട്ടു എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. രാവിലെ വരുമ്പോൾ ഗീതകൊച്ചമായി സ്ഥിരമായി ഇരിക്കുന്ന രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ബെഞ്ചിലുള്ള ശൂന്യത ഇപ്പോഴും ഓർക്കാൻ വയ്യ. ഞാൻ മധുബഹയിൽ നിന്ന് ഇറങ്ങി ആണുങ്ങളുടെ സൈഡിൽ കൈസൂരി കൊടുത്ത് തിരിച്ച് സ്ത്രീകളുടെ സൈഡിൽ ആദ്യം കൈസൂരി കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഗീതകൊച്ചമ്മ. ഗീതകൊച്ചമ്മയ്ക്ക് കൊടുത്തിട്ടേ മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കുകയുള്ളായിരുന്നു. ഇന്ന് മധുബഹയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ ആ കൈസൂരി കൊടുക്കാൻ നേരത്ത് അവിടെ ഒരു ശൂന്യതയാണ് കാണപ്പെടുന്നത്. കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, ഇതിനെക്കാട്ടും കൂടുതൽ ഈ ദേശത്തിനാണ് ഗീതകൊച്ചമ്മയുടെ വേർപാടിൽ ഏറ്റവും കൂടുതൽ ഇത് ഉള്ളത്. വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നു അമ്മയുടെ ആ ഒരു മരണസമയത്ത് പള്ളിയിലെ അച്ഛൻ റെവറൻഡ് ബിനു എബ്രഹാം പറഞ്ഞ വാക്കുകളാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നത്. ആ ശബ്ദം നിലച്ചു. ഒരുപാട് പേര് ഓർമ്മകൾ പങ്കിടുകയുണ്ടായി. പക്ഷെ അമ്മയെ ഒറ്റ വാക്കിൽ പറയാൻ സാധിച്ചത് അച്ഛനാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം അമ്മ എല്ലാ രീതിയിലും അമ്മയുടെ വോയിസ് വളരെ വ്യത്യസ്തമായിരുന്നു, വളരെ ലൗഡായിരുന്നു. എവിടെയാണെങ്കിലും അമ്മ അവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അത്രയ്ക്ക് ലൈവ്ലി ആയിരുന്നു. അപ്പൊ പള്ളിയുടെ വാക്കുകളൊക്കെ വായിക്കുന്ന സമയത്തും നമ്മൾ നമ്മുടെ ആ ഒരു ബുക്ക് നോക്കി പള്ളിയുടെ ആ ഒരു സ്ക്രിപ്ചറൊക്കെ വായിക്കുന്ന സമയത്തും അച്ഛൻ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപും അമ്മ അങ്ങ് കംപ്ലീറ്റ് ചെയ്യും. അത്രയും ഒരു ഫാസ്റ്റും ആയിരുന്നു, എല്ലാ കാര്യത്തിലും നല്ല സ്പീഡും ആയിരുന്നു. പാട്ടുകളൊക്കെ ഏറ്റവും ഉച്ചത്തിലാണ് പാടിയിരുന്നത്. അപ്പോൾ അത്രയും ആക്റ്റീവായിട്ട് പള്ളിയുടെ കാര്യത്തിൽ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അവരുടെ കൊയറിലാണെങ്കിലും ക്രിസ്മസിൻ്റെ പ്രോഗ്രാംസിന് നേതൃത്വം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും. ഇപ്പം അമ്മയുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം കടലിലൊക്കെ പോയി പട്ടം പറപ്പിക്കുന്നത്, കൈറ്റ് പറപ്പിക്കുന്നത് ഏറെ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ ഒരു മനസ്സുകൊണ്ടും തന്നെ വളരെയധികം യുവത്വം, ഒരു കുട്ടിയുടെ ഒരു മനസ്സ് കാത്തു സൂക്ഷിച്ചിരുന്നു. അന്ന് എനിക്ക് മറക്കാൻ പറ്റാറുണ്ട്. അതുപോലെ ഗെറ്റ് ടുഗദറുള്ള സമയത്ത് ഗീതേച്ചിയും ഹസ്ബൻഡും അവിടെ ഒരു മാൽദ്വീപ്സിൽ നിന്ന് വന്ന അവരുടെ ഒരു വേഷം ധരിച്ച് രണ്ടുപേർ നിൽക്കുന്നത്. എനിക്ക് സത്യത്തിൽ അത് എവിടെയോ പുറമേ നിന്ന് വന്ന ഗസ്റ്റ് ഇൻവൈറ്റ് ചെയ്ത ആളുകൾ അവിടെ വന്ന് നിൽക്കുന്നതെന്ന് ഞാൻ വെച്ച് അടുത്ത് ചെന്നപ്പോഴാണ് അത് ഗീതേച്ചിയാണ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെ പോലെ യാതൊരു മടിയുമില്ല. അവർ വളരെ സന്തോഷമായിട്ടാണ് എല്ലാവരുടെ അടുത്തും ഇടപഴകുന്നതും അങ്ങനെ കൈകാര്യം ചെയ്യുന്നതും എല്ലാം വളരെ സന്തോഷത്തെ ഹാപ്പിയോടു കൂടിയാണ്. അവരുടെ സ്വന്തമായിരുന്നു ഗീത എബ്രഹാം.
ഷൊർണൂരിൻ്റെ ഏത് ഉദ്യമങ്ങളിലും മുൻനിരയിൽ തന്നെ ഗീത എബ്രാഹാം ഉണ്ടായിരുന്നു. അതിനെല്ലാം മുന്നിട്ടിറങ്ങുകയും അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത ഒരു വ്യക്തി. എന്നും നന്ദിയോടുകൂടി ഞാൻ ഗീത മാഡത്തിനെ ഓർക്കുന്നു. എനിക്ക് എല്ലാ കൊല്ലം ഓണത്തിന് പുഷ്പലത സാരി എടുത്ത് വെച്ചിട്ടുണ്ട്, വാന്ന് പറഞ്ഞ് വിളിച്ച് വരും. ഇപ്പോൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇതുപോലെ സാരി ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് കണ്ടപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഇപ്പോൾ എന്താ ചേച്ചി ഇന്ന് വളരെ ക്ഷീണമാണല്ലോ, എന്ത് പറ്റി, ഇന്ന് കുളിച്ചിട്ടൊന്നും ഇല്ലേ ചോദിച്ചു. കുളിയൊക്കെ കഴിഞ്ഞല്ലോ, എന്തൊരു ക്ഷീണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പുഷ്പലത ഇഷ്ടമാണോ നോക്കി നോക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചേച്ചി എന്ത് തന്നാലും എനിക്ക് ഇഷ്ടമാണല്ലോ, പിന്നെ എന്താന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതുപോലെ ചേച്ചിയുടെ ഭയങ്കര വിഷമം തോന്നാണ്. ചേച്ചി കാല് പിടിച്ചപ്പോൾ ചേച്ചി ഓർന്നു അതിൻ്റെ ആവശ്യമില്ല, പുഷ്പ എന്തിനാണെന്നൊക്കെ ഓർന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ മരണം ഉണ്ടായത്. അത് വളരെയധികം ദുഃഖമാണ്. നമുക്ക് ഒരു നല്ലൊരു എന്താ പറയുക, എല്ലാത്തിനും സംഘാടകയായിട്ടുള്ള ആ ഒരു ചേച്ചിയെ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ ഈ കുറേ സാധനങ്ങൾ അക്യുമുലേറ്റ് ചെയ്ത് വാങ്ങിച്ച് കൂട്ടി മുറിയിലൊക്കെ നിറച്ച് വെക്കുന്നതിന് പകരം കുറേ നല്ല അഡ്വെഞ്ചേഴ്സ്, കുറേ ഇതുപോലെ നല്ല നല്ല കഥകൾ പറയാനായിട്ട് നമ്മൾ ജീവിക്കണം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഇൻട്രസ്റ്റിംഗ് ആക്കുക. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന മറ്റുള്ളവർക്കും അത് ബ്യൂട്ടിഫുൾ ആക്കുക. അമ്മ ഈ ഒരു നിമിഷം ഞങ്ങളുടെ കൂടെ ഇല്ല. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 15, 2023 ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം അമ്മ കിടന്നിരുന്ന മുറിയിൽ വെച്ച് തന്നെയാണ് അമ്മ മരണപ്പെട്ടത്. ഇതിൽ നമ്മൾ എത്രമാത്രം ജീവിച്ചു എന്നല്ല, നമ്മുടെ ആ ഒരു ജീവിതം എത്രമാത്രം നമ്മൾ അർത്ഥപൂർണമായി നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ആ ഒരു യാത്ര മനോഹരമാക്കാൻ സാധിച്ചു. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ളതാണെങ്കിൽ അത് നമ്മുടെ മരണശേഷവും തുടർന്നുകൊണ്ടിരിക്കും. എനിക്ക് നല്ല വിശ്വാസമുണ്ട് അമ്മയുടെ ആ ഒരു നന്മ പ്രവൃത്തികൾ ഞങ്ങൾ മക്കളിലൂടെയും കൊച്ചുമക്കളിലൂടെയും ഒക്കെ ആ ഒരു കഥ, ആ ഒരു ലെഗസി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളായിരിക്കും അവരുടെ ഓർമ്മയ്ക്കുള്ള നിത്യസ്മാരകം. നന്മയുടെ ഒരു കഥ അനേകം തലമുറകൾക്കായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ടിമത്തി ചാപ്റ്റർ 4 വേഴ്സ് 7-8. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു.